നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ഇന്നത്തേക്കുള്ള അനാലിസിസ് ആണ്. സോറി, ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു ഫംഗ്ഷനിൽ ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല. ബട്ട് യെസ്, അപ്പോൾ നമുക്ക് ഒരു ഫാസ്റ്റ് അനാലിസിസ് ഇപ്പോൾ ചെയ്യാം. സമയമുണ്ടല്ലോ, നോക്കൂ. ഓക്കെ, സോ യെസ്, ഫസ്റ്റ് ഇതിന് പറയാനുള്ളത്, എനിക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. തമ്പനെയിൽ തന്നെ ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു, തമ്പനെയിലും കാണാൻ പറ്റും നിങ്ങൾക്ക്. പോസ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഈ ഫോളിൽ ഒരു പോസ് വരാൻ പോവാം, കണ്ടോ. സോ ഇത്ര ഹ്യൂജ് ക്യാൻഡിൽസൊക്കെ, ഇത്ര ഡൗൺ സൈഡ് കണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പോസ് പറയുമോ? പറയത്തില്ല, റെയർ ആയിരിക്കും ഇത്രയും ആളുകൾ. ബട്ട് യെസ്, നമുക്കൊരു സൈൻ കിട്ടിക്കഴിഞ്ഞാൽ ലേണിംഗ്, ഞാനത് പറയുള്ളൂ. ഞാൻ മാജിഷ്യനൊന്നും ഇല്ല. ബട്ട് യെസ്, ലേണിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് യെസ് ഒരു ഐഡിയ കിട്ടും. യെസ്, ഇനി ഒരു പവർ വരാൻ പോവുക, ഒരു അപ്പ് സൈഡ് വരാൻ പോവുക, ഡൗൺ സൈഡ് ഇനി നിൽക്കാൻ പോവാന്നൊക്കെ. ഓക്കെ, അതൊക്കെ ഇൻ അപ്കമിങ് ഡേയ്സ്, ഇൻ ഫ്യൂച്ചർ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും കൂടി ഇതുപോലത്തെ ഒരു അനലിസ്റ്റ് ആകുമെന്നാണ്. ബട്ട് നമ്മുടെ എല്ലാ ലേണിംഗ് വീഡിയോസ് നിങ്ങൾ കാണുന്നു കേട്ടോ. എല്ലാവരും കൂടി പ്ലേലിസ്റ്റിൽ പോവുക, അവിടെ കറക്റ്റായിട്ട് ഇനി കാണുന്നു കേട്ടോ. ലേണിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ടാവും അതിനകത്ത്. യെസ്, ഇനി പെട്ടെന്ന് ഞാനൊന്ന് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. നമ്മുടെ 1 2 3 4 5 വേവ്, നമ്മുടെ ആ 5 വേവിൻ്റെ ഓൾമോസ്റ്റ് ഈ ടാർഗറ്റ്സ് വരാറായിട്ടുണ്ട്. ബട്ട് ആയിട്ടില്ല കേട്ടോ, വരാറായിട്ട്. ഞാൻ ഈ ഒരു ചാനൽ പണ്ടേ കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 വീക്സ് മുന്നേ തന്നെ ഞാൻ കൊടുത്തായിരുന്നു. സോ അതിൻ്റെ ടാർഗറ്റാണ് നമ്മുടെ ഫിബനാച്ചി വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ടൈമില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. എത്ര? നിയർ 22,800 കണ്ടോ, 127% ഈ ഗോൾഡൻ ഫിബനാച്ചിയുടെ ഈ ഒരു 22,820 ആ ഒരു നിയറാണ് നമ്മുടെ ഫിബ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേ നാളായിട്ട് ടാർഗറ്റ്. സോ ഇവിടെ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളുള്ളൂ. സോ ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടോ? ദാറ്റ് മീൻസ് ഇവിടുന്ന് കുറച്ചുകൂടി ഫോൾ ഉള്ളൂ. ഓക്കെ, ഇവിടെ കുറച്ചുകൂടി ഫോൾ ഉള്ളൂ. ബട്ട് അത് ഇന്ന് വരാനൊന്നുമില്ല, ഇനി വരണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇനി വേഗം സ്മോൾ ടൈം ഫ്രെയിമിൽ പോകാം. ഇനി ഇൻട്രാഡേ പർപ്പസിൽ പോകാം. 1 ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നെ ആയി, കണ്ടോ. ബ്രേക്ക് ഔട്ട് ഇന്ത്യൻ പ്രൈസ് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. യെസ്, നമ്മുടെ റെസിസ്റ്റൻസും ഇതിൻ്റെ ലെവല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അബവ് തന്നെയാണ് പ്രൈസ് ഉണ്ടായിരുന്നു, കണ്ടോ. സോ ഇനി ബാക്കി എനിക്ക് ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇനി സപ്പോർട്ട് വരുന്നത് നമ്മുടെ ഈ ഒരു ലോ ആയിരിക്കും. ലോ 23,130. ഓക്കെ, ഈ ഒരു ലോ നല്ലപോലെ നമുക്ക് സപ്പോർട്ടായിട്ട് ഐ തിങ്ക് കിട്ടുമായിരിക്കും. ആൻഡ് റെസിസ്റ്റൻസ്, സഡൻ റെസിസ്റ്റൻസ് 23,200 നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇന്നലെ ലാസ്റ്റിൽ ഇവർ ബ്രേക്ക് ചെയ്തു, അത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലോസിങ് താഴെ തന്നെയാണ് വന്നേക്കുന്നത്. സോ വൈ ഡാറ്റ പിന്നെ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എല്ലാം പക്കായിരുന്നു ഈ ഒരു ഏരിയ. സോ അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവരിന് ഇന്നലെ ലാസ്റ്റിൽ ആ ഒരു സഡൻ ഒരു ബൗൺസ് എന്തൊക്കെയാണ്, സോറി കണ്ട, ഈ ഒരു ബൗൺസിനല്ല സഡൻ. ബട്ട് യെസ്, ഇത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ഇന്നും ഓപ്പണിംഗ് തന്നെ അബവ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മുടെ 23,260 ആയിരിക്കും. ആൻഡ് ദെൻ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അബവ് ഞാനിപ്പോൾ കാണുന്നില്ല കേട്ടോ. 23,345 ഇതിൻ്റെ അബവ് ഞാനിപ്പോൾ കാണുന്നില്ല. ഇത്ര വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ബൗൺസ്. 23,350 or 60 ഈ ഒരു ഏരിയ. ഓക്കെ, 400 മാക്സ് ടു മാക്സ്. ഓക്കെ, ഇവിടുന്ന് വീണ്ടും ചിലപ്പോൾ ഫോൾ വരാൻ ചാൻസസ് ഉണ്ടാകും. ഇന്നാണോ നാളെ എപ്പോഴാണ് വരുന്നത് അത് നമുക്ക് നോക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്മോൾ ടൈം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്ന് സഡൻ നമ്മുടെ ഈ 5 മൂവ് ഇവിടെ കഴിഞ്ഞായിരുന്നു. ഇന്നലെ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ചോദിച്ചായിരുന്നല്ലോ ഏത് വേവാണ്, എങ്ങനെയാണ് ഇത്. ഇവിടെ നിന്ന് താഴെ തന്നെ കൗണ്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഓൺ ടോപ്പ് അടിച്ചു, കണ്ടോ. നമ്മൾ കറക്റ്റായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തത് 5th വേവ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പീനിയൻ പാറ്റേൺ കൂടി ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ എല്ലാം കൂടി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ലൈവ് മാർക്കറ്റിൽ, നമ്മൾ ഡെയിലി ലൈവ് മാർക്കറ്റിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 5 മൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറേണ്ടതാണ്. കണ്ടോ, ഇതാണ് ഒരു പീനിയൻ പാറ്റേൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടുന്ന് കൗണ്ട് ചെയ്യുക 1 2 3 4 ആൻഡ് ദെൻ 5 കറക്റ്റ് റെസിസ്റ്റൻസ് ടോപ്പ് അടിച്ചു. ഇവിടെ കറക്റ്റ് പക്ക 5 മൂവ് നമ്മൾ കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ടോപ്പ് മേടിക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു ലീഡിങ് ഡയഗണൽ പാറ്റേൺ, നമ്മുടെ എലിറ്റ് വേവ് തിയറിയിൽ നമ്മൾ പറയുന്നത് ഇതിന് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് ചിലപ്പോൾ ലീഡിങ് ഡയഗണലിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, അതാണ് പീനിയൻ പാറ്റേൺ ഞാൻ പറഞ്ഞത്.
പിന്നെ ഫിബനാച്ചി വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ലോ ടു ഹൈ, കാരണം സെക്കൻഡ് വേവ് ഇപ്പോൾ ഇനി സെക്കൻഡ് വേവ് ആയി. സോ അത് കണ്ടോ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ മേ ബി ഇനി ഒരു ഡിപ്പ് വന്നിട്ട് ചിലപ്പോൾ ആയിരിക്കും കയറുന്നത്. ഡിപ്പ് എവിടെ വരെ ഈ 61.8% വരണോ ഓർ വരുമോ, ഓർ 81.02% വരും, അത് നോക്കണം. ഈ ഫിബ് വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ. എവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇനി തിരിച്ച് കയറുന്നു അത് നോക്കണം. ഓക്കെ, സോ നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. നിഫ്റ്റിയിൽ ഞാനിപ്പോൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിങ്ങനത്തെ ഒരു ലൈനാണ്. ഓക്കെ, പിന്നെ ഒരു ലൈനിൻ്റെ ഇങ്ങനെ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ വരുള്ളൂ, കണ്ടോ? ഓക്കെ, സോ ബ്രേക്കൗട്ട് ആയി. ഇൻ കേസ് ഈ ബ്രേക്കൗട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇൻ കേസ് ഇന്ന് ഗ്യാപ്പ് അപ്പ് സംതിങ് ആണെങ്കിൽ ബ്രേക്കൗട്ട് ആയി ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം. 23,360 അബവ് സസ്റ്റെയിൻ ആവണം. ദെൻ നമ്മുടെ മുകളിലത്തെ ടാർഗറ്റ് നമുക്ക് കിട്ടും. 23,260 അബവ് സസ്റ്റെയിൻ ആവണം. ഓക്കെ, ഫ്ലാറ്റ് ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ തന്നെ അകത്തായിരിക്കും, താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പിംഗ്. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്തൊന്ന് പറയാനേ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ ബ്രേക്കൗട്ട് തന്നു കേട്ടോ. ഈ ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, റീടെസ്റ്റ് ആൻഡ് ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഞാൻ എന്താ പറഞ്ഞായിരുന്നു ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ബാങ്ക് നിഫ്റ്റി ആയിരിക്കും അപ്കമിങ് ഡേയ്സ് നല്ല മൂവ് തരാൻ പോകുന്നത് നിഫ്റ്റിനെക്കാളും. ഓക്കെ, കാരണം ബാങ്ക് നിഫ്റ്റിയിൽ കറക്ഷൻ കഴിഞ്ഞു, ഇത് ബൗൺസ് തരും. ഞാൻ ഇതല്ല പറയണേ, ബൗൺസ് തരും ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഐ തിങ്ക് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ് 1 2 3. ഓൾമോസ്റ്റ് അത് തന്നെ നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ് ഫോമായി. യെസ്, ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം നോക്കിയില്ലല്ലോ, അതിൻ്റെ ബ്രേക്കൗട്ട് ആയില്ലോ, പ്രൈസ് മുകളിൽ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലെ ചാനൽ ഇതാണ്. സപ്പോർട്ട് വരുന്നത് ഇതായിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പോകാം. അതാണ് അനലൈസിസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ സപ്പോർട്ട് വരുന്നത് ഈ ഒരു പിൻ ബാർ, ഇവിടുന്ന് ഒരു പ്രൈസ് അടിച്ച് കയറ്റി കൊണ്ടുപോയില്ല ഇവർ. പിന്നെ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു ഗ്യാപ്പാണ്. സോ മേ ബി ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇത് ഇനി ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അത് സപ്പോർട്ടായിട്ടായിരിക്കും ഐ തിങ്ക് ഇനി മാറുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 48,500 നിയർ, 550, അതൊക്കെ എല്ലാം ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ സപ്പോർട്ടായിട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റി മാറുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ചാൻസസ് കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ളത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ബാക്കി റെസിസ്റ്റൻസ് ഒക്കെ പക്കാണല്ലോ. യെസ്, 49,270. ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എന്തിനും ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഈ ഒരു ടോപ്പ് അടിച്ചിട്ട് ഇറങ്ങിയത് ഇന്നലെ 49,000 റൗണ്ട് നമ്പറാണ്. ഓക്കെ, പിന്നെ ഇതേ നോക്കിക്കോ, ഇവിടെ ഈ ഒരു ഷാർപ്പ് സെല്ലിങ് 3 1 2 3 റെഡ് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, ഷാർപ്പ് സെല്ലിങ്. പിന്നെ ഇവിടുത്തെ ഈ റെഡ് ക്യാൻഡിലെ ലോ, അതാണ് ആ ഇന്നലെ 49,000 കറക്റ്റാവ് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, എപ്പോഴും ഞാൻ ഉണ്ടാവുന്നൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ അനലൈസിസ് ചെയ്യുന്നത് ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ജസ്റ്റ് ഒരു ഷോ ചെയ്യാൻ. യെസ്, ഇങ്ങനെയാണ് ചെയ്യാറുള്ളൂ. നിങ്ങൾ തന്നെ അനലിസ്റ്റ് ആവണം ഇൻ ഫ്യൂച്ചർ. എത്ര പേരായാലും 5 10 നമ്മുടെ ചാനൽ 800 അറൗണ്ട് പേരുണ്ട് ഐ തിങ്ക്. സോ അവരെല്ലാവരും കൂടി ആവണമെന്നില്ല, കാരണം എല്ലാവരും കാണുന്നില്ല, ചിലപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ബട്ട് 5 10 പേരോ 50 പേരോ എന്ന് വെച്ചാൽ അവർ എല്ലാവരും മോസ്റ്റ്ലി അവർ ഇത്രയ്ക്ക് കുറച്ച് പേരെങ്കിലും ഒന്ന് അനലിസ്റ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അതാണ് ആക്ച്വലി ലേണിംഗ് മാർക്കറ്റിൻ്റെ. ബാക്കി കോൾസും പുട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്, അതൊക്കെ വേസ്റ്റാണ്. ഇനി വേറെ ബെനിഫിറ്റ് പറയാവുന്നത് സെൻസെക്സിൽ പോകാൻ. നമുക്ക് സെൻസെക്സിൽ ഞാൻ ഈ ഒരു യെല്ലോ ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെല്ലോ ലൈൻ, പെർഫെക്റ്റ് യെല്ലോ ലൈൻ ആയിരുന്നു. കൊണ്ടോ മോർണിംഗ് ഗ്യാപ്പ് അപ്പായി സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് പിന്നെ വന്നു, അവിടെ തന്നെ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സെൻസെക്സ് ആ ഒരു യെല്ലോ ലൈൻ പെർഫെക്റ്റ് യെല്ലോ ലൈൻ ആയിരുന്നു, നല്ലൊരു സപ്പോർട്ട് സോണായിരുന്നു ആക്ച്വലി അത്. എന്തായാലും എനിക്ക് ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പോസാണ് ഇത് ഉദ്ദേശിച്ചത്. പോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോളിൻ്റെ ഒരു പോസ്, എന്നിട്ട് എല്ലാം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. മോസ്റ്റ്ലി ഇൻഡെക്സ് ഗ്യാപ്പ് അപ്പ് തന്നെ ആയിരുന്നു. ഓക്കെ, സോ ഇനി ഇതിനകത്ത് സെൻസെക്സിൽ കാണുന്നത് എനിക്ക് ഇതും ഒരു റെസിസ്റ്റൻസ് ആണ്. സെൻസെക്സ് മോസ്റ്റ്ലി നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് കേട്ടോ, വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ കണ്ടോ. സെൻസെക്സിൽ മേ ബി ചിലപ്പോൾ നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. റെസിസ്റ്റൻസ് ഇതായി, നമ്മുടെ സപ്പോർട്ട് ഇത് തന്നെ കേട്ടോ, 76,480. യെസ്, ആ യെല്ലോ ലൈനിൻ്റെ ഇപ്പോൾ ആവശ്യമില്ല, ആ ഒരു അത് കഴിഞ്ഞു. നിങ്ങൾ ചോദിക്കാറില്ലല്ലോ സംശയങ്ങളൊക്കെ, ചോദിക്കണം എന്തിന് യെല്ലോ ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തന്നെ നല്ലതാണ് ഇൻ
ഇൻ ഫ്യൂച്ചർ ഇങ്ങനത്തെ സീക്രട്സ് ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുക. ലെവൽസൊക്കെ എല്ലാവരും തരും. എന്തിനാണ് തന്നേക്കണേ അതിനോടുകൂടി നിങ്ങൾ തിരിച്ച് ചോദിക്കണം കേട്ടോ എല്ലാവരും കൂടി. ഓക്കെ, സോ മേ ബി സെൻസെക്സ് ഐ തിങ്ക് കൺസോളിഡേഷൻ, ഈ ഒരു ട്രയാങ്കിൾ കൺസോളിഡേഷൻ ഓവർ ആയിട്ടുണ്ട്. ഒരു അപ്പ് മൂവ് ചാൻസസ് കൂടുതലാണ് സെൻസെക്സിൽ. നോക്കി ട്രേഡ് ചെയ്യണം കേട്ടോ. ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ടാണ് അവർ ഈ ഒരു ട്രേഡ് തന്നില്ല, ഗ്യാപ്പ് അപ്പ് ആക്കി അവിടെ സൈഡ് വ്യൂസ് ആക്കി ഐ തിങ്ക്. ഓക്കെ, പിന്നെ ഇത് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ടേൺ ലൈൻ ഇത് ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. സോ സെൻസെക്സ് അവിടെ നിന്ന് ചിലപ്പോൾ സ്റ്റക്ക് ആവാൻ ചാൻസസ് ഉണ്ടാകും. യെസ്, ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. എനിക്ക് ലെവൽസ് തരാനുള്ളത് വേറെ പ്രത്യേകിച്ച് ലെവൽസ് തരുന്നതൊന്നുമില്ല. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.